ഞങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ ഈ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് അതിനേക്കാളും ഒക്കെ ഫ്ലവേഴ്സ് ആണെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് തീരും. ഹാങ്ങിങ് ഐറ്റംസ് വീടിന് ചുറ്റും ഉണ്ട്. ചെടികൾ കൂടാതെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിലല്ലെങ്കിലും വെറൈറ്റി ഉണ്ട്. ഇന്ന് ചെടികളെ കാണാൻ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോട്ടയം ജില്ലയിലെ പെരുവയില് ചെമ്മനം ഷാജി സാറിൻ്റെയും റീന ടീച്ചറിൻ്റെയും വീട്ടിലേക്കാണ്. അതിമനോഹരമായ ഈ ചെടിത്തോട്ടം കാണുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സ് വല്ലാതെ ഒന്ന് കുളിരും. സ്കൂൾ അധ്യാപികയായിരുന്ന റീന ടീച്ചർ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ ഒരു ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയത്. ഈ ഒരു ചെടി ലോകത്തിൻ്റെ ആ ഒരു ഭംഗിയിൽ തൻ്റെ തന്നെ മനസ്സ് നിറയ്ക്കുവാനായിട്ട് ടീച്ചർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ കൂട്ടായിട്ട് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഷാജി സാറും ഈ ഒരു ചെടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പൂക്കൾ ചെടികളെക്കാൾ കൂടുതൽ ഇലച്ചെടികളെയാണ് റീന ടീച്ചർക്ക് കൂടുതൽ താല്പര്യം. അതുപോലെ തന്നെ വീടിന് ചുറ്റും നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പോട്ടുകൾ കിടക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഈ ഒരു മനോഹര ഉദ്യാനത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം, എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ചെടിക്കാഴ്ചകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീട്ടുപേര് ചെമ്മനം, ഇതെൻ്റെ ഭാര്യ റീന. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. പിന്നെ സഹകരണ വകുപ്പിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഭാര്യ സ്കൂൾ ടീച്ചറായിരുന്നു. നാമക്കുഴി സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട് വൈക്കം താലൂക്കിൽ പെരുവയിലാണ്. പെരുവ അടുത്ത് ചെമ്മനംകുന്നെന്ന് പറയും. സ്ഥലത്തിൻ്റെ പേര് തന്നെ ചെമ്മനംകുന്നെന്നാണ്. ഞാൻ റീന, പിന്നെ ടീച്ചറായിരുന്നു. നാമക്കുഴി സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. റിട്ടയർ ചെയ്തതിന് ശേഷം വെച്ച് പിടിപ്പിച്ച ചെടികളാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. കുഴപ്പമില്ലാതെ ചെടികളുടെ പുറകെ ആയിട്ട് ഇപ്പോൾ നടക്കുന്നു. കുട്ടികളൊക്കെ ഒരാൾ വിദേശത്ത്, മോളെ കല്യാണം കഴിച്ച് അവള് കൊല്ലഞ്ചേരിയിലെ ഡോക്ടറാണ്. അപ്പോൾ പിള്ളേരൊന്നുമില്ല. പിന്നെ 90 വയസ്സായ ഒരു അമ്മയുണ്ട്. ആ അമ്മേനെയും പരിപാലിച്ച് ചെടികളുമായിട്ട് ഇങ്ങനെ സമയം നീക്കുന്നു. പിന്നെ ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം.
ചെടികൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറത്തൊരു 10-12 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ട്രാൻസ്ഫറായി ഇങ്ങോട്ട് പോന്നപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ചട്ടികളും അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ചെടികളും അടക്കം ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങി. പക്ഷെ അന്നൊന്നും പിന്നെ കുട്ടികളും ഒക്കെ വലുതായിക്കൊണ്ടിരിക്കണം, നമുക്കൊന്നിനും സമയമില്ല, കാരണവന്മാരുണ്ട്, ജോലിക്ക് പോകണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെടികളിലൊന്നും പ്രത്യേകം ശ്രദ്ധയൊന്നും ചെലുത്താൻ പറ്റിയില്ല. പിന്നീട് കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു, കുട്ടികൾ ഓരോരോ വഴിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായി, പ്രായമായ അമ്മയേ ഉള്ളൂ. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ നമുക്ക് വല്ലാത്ത ബോറടി തോന്നി. ആ സമയത്ത് പിന്നെ ചട്ടികള് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ സാറ് തന്നെ ചട്ടികൾ വാങ്ങിക്കൊണ്ട് വരും. സാറ് ഇടുക്കിയിൽ വർക്ക് ചെയ്ത, അപ്പോൾ ഇടുക്കിക്കൊക്കെ പോകുമ്പോഴാണ് അധികവും ചട്ടികളും ചെടികളും എവിടെ കണ്ടാലും ഇവിടെ ഇല്ലാത്തത് നോക്കി ഒരെണ്ണം തീർച്ചയായിട്ടും മേടിച്ചുകൊണ്ട് വന്നിരിക്കുക എപ്പോൾ പോയാലും. അങ്ങനെ പിന്നെ മറ്റുള്ള ചെടികൾ കമ്പൊക്കെ മുറിച്ച് ഓരോരോ വീടുകളിൽ നിന്ന് കമ്പ് മുറിച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ പോയി അവിടുന്ന് കമ്പ് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് കേട്ടാണ്. പിന്നെ ചെടികൾക്ക് എല്ലാ വെറൈറ്റി ചെടികളും സാറ് തന്നെ കൊണ്ടുവരാനാണ്. ചട്ടികൾ ഇഷ്ടം പോലെ വാങ്ങിക്കൊണ്ട് ഇപ്പോഴും ചട്ടികൾ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. ഇനിയും നമുക്ക് എവിടുന്നെല്ലാം കിട്ടണോ അവിടുന്നെല്ലാം നടാനും നമ്മൾ തയ്യാറാണ്. ചെടികൾ അധികം ഇഷ്ടമാണ്, എത്രയുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. പിന്നെ നമുക്കൊന്നും വിട്ടു നിൽക്കാൻ പറ്റൂല, ഒരാഴ്ച കൂടുതലൊന്നും നമുക്ക് വിട്ടു നിന്നാൽ ശരിയാവില്ല, ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച്. പിന്നെ ഇതുവരെ ഇതിന്റെ വിൽപ്പനയൊന്നും തുടങ്ങിയിട്ടില്ല. വിൽപ്പന അതൊക്കെ തുടങ്ങിയാലോ എന്ന് ആലോചനയുണ്ട്. അപ്പം അതിൻ്റെ ഭാഗത്തേക്ക് തിരിയണതിന് അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല. ഞങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ ഈ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് അതിനേക്കാളും ഒക്കെ ഫ്ലവേഴ്സ് ആണെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ അതങ്ങോട്ട് തീരും. ഇതാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാന്ന് തോന്നി. അതുകൊണ്ട് കൂടുതലും പച്ചപ്പുള്ള ചെടികൾ ഇങ്ങനെ വാങ്ങി അതാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യമായിട്ട് വന്നേക്കുന്നത്. പിന്നെ വെയില്, അതുപോലെ വെയിലുള്ളിടത്താണല്ലോ ഫ്ലവറിങ് നല്ലതായിട്ട് നടക്കുള്ളൂ. ഇപ്പോൾ ബോഗൻവില്ലകൾ അതാണ്, റോഡിൻ്റെ സൈഡിൽ നല്ല വെയിൽ കിട്ടണതുകൊണ്ടാണ് റോഡ് സൈഡ് മുഴുവൻ ബോഗൻവില്ല ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ അത്രയും വെയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളില്ല. ഒരു മൂടലും ഈ മരങ്ങളുടെയൊക്കെ ഒരു തണലൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ഫ്ലവറിങ് നടക്കൂല. പിന്നെ മാറി മാറി വെയിൽ വരുന്നതനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ട് കിടന്നാലേ പിന്നെ അങ്ങനെ നടക്കുള്ളൂ. അടീനിയൊക്കെ അങ്ങനെ ഇപ്പോൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൽ ഫ്ലവർ ഉണ്ടായത്. അതുപോലെ മുറ്റത്ത് അത്രയും ഫ്ലവറിങ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇലച്ചെടികളിലേക്ക്, ഒരു പച്ചപ്പിലേക്ക് തിരിഞ്ഞത്. അത് കുറച്ചും കൂടി മനസ്സിന് സന്തോഷം തരുന്നെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അതിൽ താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചെടികൾ പ്രിഫർ ചെയ്ത് കൂടുതലും അതാണ് മേടിച്ചു കൊണ്ടുവരുന്നതും എല്ലാം. മുകളിലേക്ക് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അഗ്ലോണിമയുടെ ഒരു കളക്ഷനാണ്. ഏതാണ്ട് 10ഓളം കളക്ഷൻസ് ഉണ്ട്.
അത് പിന്നെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കലാത്തിയ ഉണ്ട്. കലാത്തിയയുടെ കുറച്ച് ഐറ്റംസ്, വേറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കലാത്തിയ ഇനത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം. അതും അതെ, കലാത്തിയയുടെ വേറെ വേറെ വെറൈറ്റികളാണ്. പിന്നെ ഹാങ്ങിങ് ഐറ്റംസ് വീടിന് ചുറ്റും ഉണ്ട്. പിന്നെ ഏതൊക്കെ ചെടികളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഹാങ്ങിങ് ഇടാൻ തോന്നുമ്പോൾ അതെല്ലാം ഞാൻ ഹാങ്ങിങ്ങിലാക്കും. ചെടികൾക്ക് ഒന്നരാടം ദിവസങ്ങളിൽ ഞാൻ നനയ്ക്കാറുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഹാങ്ങിങ് ഒക്കെ 2 ദിവസം കൂടുമ്പോൾ നനച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ ഭയങ്കര ഉണക്കമായതുകൊണ്ട് ഒന്നരാടം കറക്റ്റായിട്ട് നനയ്ക്കും. ബോഗൻവില്ലകളാണേലും ഒന്നരാടം നനച്ചാൽ മതി, കാരണം അതിൻ്റെ ഇല വാടുമ്പോൾ നനച്ചാൽ മതി എന്നാണ് പറയണത്. ഒരുപാട് വെള്ളം അതിന് വേണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചട്ടിയിലാവുമ്പോൾ അടിച്ചട്ടിയിലും നമ്മൾ അടിയിലും കൊടുക്കണമുണ്ട്. അതുകൊണ്ടൊരു വൈകുന്നേരങ്ങളിലാണ് കൂടുതലും നനവ്. ഇതിനുവേണ്ടി പ്രത്യേകിച്ചൊരു സമയം കണ്ടെത്താറൊന്നുമില്ല. അങ്ങനെ ഇത് മറ്റുള്ളതിന്റെ കൂട്ടത്തിൽ അങ്ങനെ പണിയുടെ കൂട്ടത്തിൽ അങ്ങ് പൊക്കോളും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. കുഴപ്പമില്ലാതെ പൊക്കോളും. ചെറിയ ചെറിയ ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു കൊല്ലത്തിനകം എല്ലാം ഇതുപോലെ ഫ്ലവറിങ് ആവും, ഇതുപോലെ പച്ചപ്പുണ്ടാവും. കുഴപ്പമില്ല, നല്ല ഇഷ്ടം തോന്നും. ആദ്യം നമുക്ക് ഇഷ്ടക്കുറവ് വന്നാലും പിന്നീട് നമുക്കിതൊരു രസമായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സമയം പ്രത്യേകം മാറ്റി വയ്ക്കേണ്ട തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, ഇഷ്ടം തനിയെ വന്നോളും. അതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. ഈ ചെടി വളരെ ചെറിയൊരു ചെടി ഇവിടെ കൊണ്ടുവന്നതാണ്. ഞാനത് ഒരു വലിയ ചട്ടിയിലാക്കി വെച്ചു. ഇത്രയൊന്നും വലുതാവുമെന്ന് വിചാരിച്ചതല്ല. നല്ലൊരു വെറൈറ്റിയാണ്. ഞാൻ ഇടുക്കി കട്ടപ്പന ചെന്നപ്പോൾ അവിടെ നഴ്സറി നിൽക്കാൻ കണ്ടിട്ട് വാങ്ങിയതാണ്. അന്ന് ഇത്ര ഒരു ഭംഗി വാങ്ങിയപ്പോൾ തോന്നിയില്ല. അത് വലുതായി കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പേരൊന്നും ചോദിച്ചാൽ നമുക്കറിയില്ല, പക്ഷെ ഒരു പന പോലെ ഒരു ചെടികൾ കൂടാതെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിലല്ലെങ്കിലും വെറൈറ്റി ഉണ്ട്. പുലാസാനുണ്ട്, റംബുട്ടാൻ N18 ഉണ്ട്, റംബുട്ടാൻ E35 ഉണ്ട്. പിന്നെ പ്ലാവുകൾ പല വെറൈറ്റി ഉണ്ട്. പിന്നെ വിയറ്റ്നാം സൂപ്പർ എർലി, ജാക്ക് 33, ജാക്ക് ഡാങ് സൂര്യ, പിന്നെ സിദ്ധപ്പ, കംബോഡിയൻ ജാക്ക്, പിന്നെ ചുങ്കപ്പുര സോഫ്റ്റ്, പിന്നെ പുലാസാൻ പേര പലതരമുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു പ്ലാവുണ്ട്, നല്ല വെറൈറ്റി ഫ്രൂട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരെണ്ണം ബഡ് ചെയ്തിട്ട് അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ തൈയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായെങ്കിലും അത് പിടിച്ചില്ല. ഈ വർഷം ഉണ്ടാവുമായിരിക്കും. പിന്നെ ബറാബയുണ്ട്, പിന്നെ ഇത് ബേറാപ്പിളുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അത് ചെറിയ നിറച്ചുണ്ടായിരുന്നു, അതിപ്പോൾ പോയിട്ട് വീണ്ടും അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സ്ട്രോബെറി പേരയുണ്ട്. ഇങ്ങനെ പല നാരകം പലതരമുണ്ട്. റൊളീനിയ, അവക്കാഡോ, ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ആ മാതൃവൃക്ഷവും ഫ്രൂട്ടും ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല താല്പര്യം തോന്നും. അങ്ങനെ ഇത് കായില്ലാത്ത ചെറുനാരകം, പിന്നെ സ്വീറ്റ് അമ്പഴം, ചെറിയ ബുഷ് ഓറഞ്ച്, പിന്നെ ഇത് റെയിൻ ഫോറസ്റ്റ്, പ്ലം, അതൊക്കെ ചട്ടിക്കകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ താല്പര്യം തോന്നും ഇങ്ങനെ കാണുമ്പോൾ. നമുക്ക് പല ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ച നഴ്സറി ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങും. പിന്നെ നമ്മൾ ഇത് ഒന്നിച്ച് വരത്തും എവിടുന്നെങ്കിലും ചെറിയ തോതിൽ പച്ചക്കറി ജൈവം മാത്രമായിട്ട് ചെയ്യും. അത് നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ടുള്ള പാവൽ, പടവൽ, വെണ്ട, പയറ്, മുളക്, ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. വിൽപ്പനയ്ക്ക് ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കാൻ പറ്റുകയില്ല. ജൈവം മാത്രമാണ്
നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന് സ്യൂഡോമോണോസ്, ട്രൈക്കോഡർമ, ചാണകപ്പൊടി ഇതൊക്കെ മാറി മാറി ഇട്ട് കൊടുക്കും, വേപ്പിൻ പിണ്ണാക്ക്. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുവരും. ഈ സമയത്തിന് ഇത് കേടുവരുന്നതിന് ഇതിനകത്ത് പ്രാണികളെ ആക്രമിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ പ്രതിവിധി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പ്രതിവിധി ചെയ്തിട്ട് ഫലമില്ലാതെ വരും. അങ്ങനെയൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ട്. പിന്നെ മാവുകളുണ്ട്, മൂവാണ്ടനുണ്ട്, പിന്നെ കിളിച്ചുണ്ടനുണ്ട്, പിന്നെ പല വെറൈറ്റി മാവുകളുണ്ട്. പലതും കുറച്ചൊക്കെ ഇക്കൊല്ലം കുറച്ചേ കാച്ചിട്ടുള്ളൂ. ഈ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഭയങ്കര ചൂടും ഒക്കെ ആയതുകൊണ്ട് ഇത് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇതില്ല. ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നനവ് കുറവിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ ഇതുണ്ട് ആഞ്ഞിലി ഇങ്ങനെ കെൽഡൻ. പണ്ടൊക്കെ ആഞ്ഞിലി മരത്തെ കയറി പറിക്കാമായിരുന്നു. ഇപ്പം അതിനൊന്നും പറ്റാതെ വന്നതുകൊണ്ട് ആ പഴം തിന്നാനുള്ള ഒരു താല്പര്യം കൊണ്ട് ചെറിയ തോതിലുള്ള ഒരു ചെറിയ ആഞ്ഞിലി കെൽഡൻ എന്ന് പറഞ്ഞിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരടുത്ത വർഷം കായ്ക്കേണ്ടതാണ്. അതുപോലെ ആയിട്ടുണ്ട്. പിന്നെ മാവ്, പലതരം മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിലൊക്കെ ഉണ്ട് ചന്ദ്രകാരൻ, പിന്നെ കാലാപ്പാടി, അങ്ങനെയൊക്കെ ഓരോന്ന്. ഇത് അബിയു ആണ്. അബിയു നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിനകം കായ്ക്കുന്ന ചെടിയാണ്. നമ്മുടെ നാട്ടിൽ നന്നായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇളം കരിക്ക് കഴിക്കുമ്പോഴിരിക്കും. നല്ല ഫ്രൂട്ടാണ്. ഇതിൻ്റെ തന്നെ പിന്നെ വിത്തെടുത്ത് പാകി, ഗ്രാഫ്റ്റ് അല്ല, വിത്തെടുത്ത് പാകി കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാം. ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയ തൈ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് നട്ട തൈയാണ്. അത് 2 വർഷം കൊണ്ട് കായ്ച്ചു. പിന്നെ പ്ലാവുണ്ട്. ഇത് ആയിർജാക്ക് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെയാണ്. ആയിർജാക്ക് എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അതുപോലെ ജൈൻറ്റ് പേരയുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇത് മാതളം കോൺഗ്രനൈറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് കായ്ച്ച് കിടക്കുന്നുണ്ട്. ചെറിയ തൈയാണ്, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് ലോങ്ങൻ എന്ന് പറയും. കാച്ചതാണ്. ഇപ്പോൾ ചെറുതായിട്ട് അപ്പുറത്ത് പൂത്തിട്ടുണ്ട്. പിന്നെ പല ഇനം മാവുകളുണ്ട്. ഇത് മിറക്കിൾ ഫ്രൂട്ട്. നമ്മൾ ഒരെണ്ണെടുത്ത് അതിൻ്റെ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അതിന് ശേഷം കഴിക്കുന്ന എന്ത് പുളിയാണെങ്കിലും കയ്പാണെങ്കിലും നല്ല മധുരമായിട്ട് അനുഭവപ്പെടുന്ന ഫ്രൂട്ടാണ് മിറക്കിൾ ഫ്രൂട്ട്. അതുണ്ട്. പിന്നെ അവക്കാഡോ ഉണ്ട്. ഇത് കടപ്ലാവ്, എല്ലാവരുടെയും വീട്ടിൽ കാണും കടപ്ലാവ്. ഇത് ജാക്ഡാങ് സൂര്യ. അപ്പുറത്തേക്കുന്ന പ്ലാവ് J33. അത് വിയറ്റ്നാം സൂപ്പർ എയർലി തന്നെയാണ്. പിന്നെ എൻ്റെ ഇവിടെ നിൽക്കുന്ന ഒരു പ്ലാവുണ്ട്. അതിൻ്റെ വളരെ നല്ല മധുരമുള്ള പഴമാണ്. ഒഴുങ്ങിയാലും നല്ലതാണ്. അതിൻ്റെ ബഡ് ചെയ്തിട്ട് ഞാൻ നഴ്സറി കൊടുത്തത് ബഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. മുകളിലൊരു പ്ലാവ് ഉണ്ട്. പിന്നെ ഇത് കർണാടകത്തിലെ ടുങ്കൂർ അടുത്ത് ഗവേഷണത്തിൽ എടുത്തിട്ടുള്ള ഒരു പ്ലാവാണ്. അതിൻ്റെ ഒരു ബഡ് കൊണ്ടുവന്നിട്ട് മൂവാറ്റുപുഴയുള്ള എൻ്റെ ഒരു സുഹൃത്ത് തന്നാണ്. സിദ്ധപ്പ എന്ന് പറയും. അത് കായ്ച്ചിട്ടില്ല. കായ്ക്കും, അടുത്ത വർഷം കായ്ക്കും. ഇത് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്ലാവാണ്. സിദ്ധപ്പ എന്ന് പറയും. നമ്മുടെ മൂവാറ്റുപുഴയുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയി ബഡിൻ്റെ ശിഖരം കൊണ്ടുവന്നിട്ട് ബഡ് ചെയ്ത് എനിക്ക് പ്രത്യേകമായിട്ട് തന്നതാണ്. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് ഇപ്പോൾ അടുത്ത വർഷം കായ്ക്കും. നല്ല പ്ലാവാണ്. അത് നല്ല ഇത് ചുളയാണെങ്കിലും നല്ല ചുളയാണ്. പുഴുങ്ങാനും പഴുപ്പിക്കാനും ഒക്കെ നല്ല പഴമാണെന്നാണ് പറയുന്നത്. നല്ല ഫ്രൂട്ടാണെന്ന്. ഇത് സ്ട്രോബെറി പേരയാണ്. നല്ല ഫ്രൂട്ടാണ്. ചെറിയ പഴമാണ്. പേരയ്ക്ക തന്നെയാണ്. ചെറിയതാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുവപ്പായിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിറച്ചുണ്ടാവുന്നതാണ്. ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതാണ്. നല്ല പഴമാണ്. ഇത് വൈറ്റ് ഞാവലാണ്. കഴിഞ്ഞ വർഷം കായ്ച്ചതാണ്. നല്ല ടേസ്റ്റാണ്. കഴിക്കാനൊക്കെ ടേസ്റ്റാണ്. ഈ വർഷം നിറച്ച് പൂത്തിട്ടുണ്ട്, ഉണ്ടാവും. പിന്നെ ഇത് ചാമ്പയാണ്. തായ്ലൻഡ് ചാമ്പ. നിറച്ച് കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1-2 കായ ഇവിടെ കിടക്കാനുള്ളൂ. ഇത് വാവലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോകും. ഇത് തായ്ലൻഡിൻ്റെ ഇതിനാണ് നല്ല ഇനം. എറണാകുളത്തൊക്കെ ആണെങ്കിൽ നല്ല വിലയ്ക്ക് വിൽക്കാം. ഇവിടെയൊക്കെ ആകുമ്പോൾ പിന്നെ ഈ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ കച്ചവടത്തിനൊന്നും സാധ്യത കുറവാണ്. ഇത് മട്ടോവ. ഇതിന് ഫ്രൂട്ടായിട്ടില്ല. ഈ മിക്കവാറും കൊല്ലം പൂവിടേണ്ടതാണ്. നല്ല പഴമാണ്. പിന്നെ നട്ടിട്ട് 2-3 കൊല്ലമായി. 4 കൊല്ലമെങ്കിലും എടുക്കും കായ്ക്കാൻ എന്നാണ് പറയുന്നത്. ഇത് റംബുട്ടാൻ NIT പെട്ട ഇതാണ്. കഴിഞ്ഞ വർഷം പൂവിട്ടതാണ്, കാച്ചതാണ്. പിന്നെ അങ്ങോട്ടുണ്ട് മാംഗോസ്റ്റിനുണ്ട്. റംബുട്ടാൻ E35 ഉണ്ട്, N18 ഉണ്ട്. സപ്പോട്ട, ബനാന സപ്പോട്ട ഉണ്ട്. ഇത് ബനാന സപ്പോട്ടയാണ്. ഈ വർഷം ഇത് കായ ഉണ്ടായിട്ടുണ്ട്. ചെറുതാണ്. ഇവിടെ ഉള്ളിലുണ്ട്. ചെറിയ കായ ഇവിടെ കിടക്കുന്നുണ്ട്. ചെറിയ കായാണ്. ഇവിടെ ഇത് ചെറുതായിട്ട് കാച്ചിട്ടുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ട്. ഇവിടെ ചതുരപ്പുളി. ഇത് നല്ല പഴുത്താൽ നല്ല മധുരമാണ്. കുഴപ്പമില്ല.
ഇടയ്ക്ക് കായ്ക്കും. ഇങ്ങനെ ദേ ഇവിടെയൊക്കെ കായ കിടപ്പുണ്ട്, ഇപ്പോൾ നിറച്ച് പൂത്തിട്ടുമുണ്ട്. പിന്നെ ഇതറിയാമല്ലോ മാംഗോസ്റ്റിനാണ് കഴിഞ്ഞ വർഷം നിറച്ച് കായ്ച്ചതാണ്. ഈ വർഷം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കായുണ്ടായി വരുന്നുണ്ട്. നല്ലോണം വേണം. ഈ സമയമാകുമ്പോൾ നല്ലോണം വെള്ളം വേണം. ഇതിനകത്തൊക്കെ കായുണ്ട്. പിന്നെ ഇത് റംബുട്ടാൻ N18 വിഭാഗത്തിൽപ്പെട്ടതാണ്. നിറച്ച് പൂത്തിട്ടുണ്ട്. ഇപ്പോൾ പൂത്തിട്ടിരിക്കുന്ന സമയം. അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ E35 മഞ്ഞ റംബുട്ടാനുണ്ട്. ചട്ടിക്കകത്ത് ആമ്പലാണ്. ചെറിയ 2 കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ഗപ്പി. ഇപ്പം ഇതിനകത്ത് നിറച്ച് ആയിരക്കണക്കിനുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പെരുകി ഇഷ്ടം പോലെ ഉണ്ട്. കൊതുക് വരുവോ ഇല്ല. പിന്നെ നമുക്കൊരു രസം, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാനുള്ളൊരു സൗകര്യം. ചെടികളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത്. പക്ഷെ എനിക്ക് കഴിഞ്ഞ കൊല്ലം നല്ല പൂവിടാത്ത കാരണം എനിക്ക് ഇതിനോട് ഒത്തിരി ദേഷ്യമായിരുന്നു. പക്ഷെ ഇത്തവണ ഞാനൊരു DAP ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തപ്പോൾ നല്ല പോലെ പൂത്തു. ഇപ്പോൾ പക്ഷെ പൂ ഇച്ചിരി കുറവാണ്. പൂ ഒരു ഭാഗം കഴിഞ്ഞു, 2 ഭാഗവും കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ്. നിറയെ പൂവുണ്ടായിരുന്നു. പിന്നെ ആ ഇലകൾക്കും അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇലകൾ തളിരിലകൾക്കാണ് കളർ വ്യത്യാസം വന്നത്. അത് നല്ല ഒരു ഭംഗിയാണ്. പിന്നെ മഴക്കാലമാകുമ്പോൾ വെട്ടി നിർത്തി ഒരു കുടം പോലെ വരുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇങ്ങനെ നീണ്ടു വരാതെ കുറച്ചുകൂടി ഒരു കുട പോലെ നിർത്താൻ പറ്റും ഈ ചെടി. അങ്ങനെ വന്ന് നല്ലപോലെ പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ആ പൂവിന് നല്ല പ്രത്യേകതയുണ്ട്. പൂവ് കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും. അതിന് നല്ല കളറും നിറയെ നിൽക്കുമ്പോൾ വളരെ ഭംഗിയാണ്. ഇതിപ്പോൾ പൂ വളരെ കുറവാണ്. ഒരു പൂ അങ്ങ് കഴിഞ്ഞു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂ. പക്ഷെ എന്നാൽ പോലും ആ ചെടി മാത്രം നിന്നാലും നമുക്ക് വളരെ ഇഷ്ടം തോന്നും ആ ചെടിയോട്. ഇനി മഴയാകുമ്പോൾ കുറച്ചും കൂടി വെട്ടി നിർത്തി അത് കുറച്ചുകൂടി ഒരു കുട പോലെ കൊണ്ടുവന്ന് നിർത്തുവാണെങ്കിൽ ഏറെ ഭംഗിയുണ്ട് അതിന്, ആ ചെടിക്ക്. ഇതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ചെറുതേനീച്ച വളർത്തുന്നുണ്ട്. പെട്ടികൾ ഒരു 10-25 പെട്ടികളുണ്ട്. ഈ ചെറുതേനീച്ച വളർത്തുന്നതുകൊണ്ട് നമുക്ക് 2 ഗുണം. ഒന്ന്, തേൻ കിട്ടുന്നത് മാത്രമല്ല, തേൻ കിട്ടും, ഭയങ്കര വിലയാണല്ലോ, നമുക്ക് ശുദ്ധമായ തേൻ കിട്ടൂല. പിന്നെ ഈ ചെറിയ പിന്നെ പൂവുകളിലൊക്കെ പോയി തേൻ ശേഖരിക്കുന്നതുകൊണ്ട് ഈ റംബുട്ടാനും അതുപോലുള്ളതൊക്കെ ശരിക്ക് കാ പിടിക്കും. ഇതിൻ്റെ ഈ ഈച്ചകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ആ കാഫലം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നേരത്തെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടി കായ ഉണ്ടാകുന്നുണ്ട് ഈ ചെറുതേനീച്ച ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു 10-25 പെട്ടിയുണ്ട്. ചുമ്മാ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടാൽ മതി. നനയരുത്, കൂടുതൽ വെയിൽ കൊള്ളരുത്. അത്രേ ഉള്ളൂ അതിനുള്ള പ്രത്യേകത. നമ്മളൊന്നും കൊടുക്കണ്ടല്ലോ, തീറ്റയും കൊടുക്കണ്ട, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കോളും. ചെടിക്കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഭാവിയിലും ഞങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പ്രചോദനമാവും നിങ്ങളുടെ സപ്പോർട്ട്. വളരെ സന്തോഷം.